മഴയുണ്ട്, രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി വരുന്നു എന്ന ഒരു വാർത്ത കേൾക്കുന്നു. ഇതിനിടയിൽ ഒരു കാര്യം കൂടി, ഈ റഡാർ പരിശോധനയിൽ കരഭാഗത്ത് തന്നെ മണ്ണിനടിയിൽ നിന്ന് തന്നെ ചില സിഗ്നലുകൾ ലഭിച്ചു എന്ന വിവരം കൂടി പുറത്ത് അനൌദ്യോഗികമായി വരുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത വിവരമാണ്. എന്തെങ്കിലും സൂചനകൾ ലഭ്യമാവുന്നുണ്ടോ ബൈജു? സൈത്തെ, ശക്തമായ മഴയാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനത്തെ നിലവിൽ ബാധിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട്. ഞാൻ ആ രക്ഷാപ്രവർത്തനം നടക്കുന്നതിന് സമീപത്ത് തന്നെയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇത്തരത്തിൽ ലോഹഭാഗങ്ങളോ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. ഈ റഡാർ തന്നെ അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിച്ചതും. ആ റഡാർ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം, ആ മാർക്ക് ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അത് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്ക് ചെയ്ത അതേ സ്ഥലത്തിന് സമീപം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ റഡാർ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതുവരെ അത്തരത്തിൽ ഒരു വസ്തുക്കളും കണ്ടെത്താനായിട്ടില്ല. അതിന് തൊട്ട് സമീപത്ത് തന്നെ നമ്മളുണ്ട്. ആ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇപ്പോഴും തുടരുന്നുണ്ട്. മഴ ശക്തമായി തുടരുന്നുണ്ട്. ശക്തമായി വീശിയടിക്കുന്ന കാറ്റുണ്ട്. ഏതായാലും ഈ പുഴയിലുള്ള തിരച്ചിലൊക്കെ അത് വലിയ ദുഷ്കരമായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നേവിയുടെ ഇത്തരത്തിലുള്ള തിരച്ചിൽ ഈ പുഴയിലൊക്കെ നടക്കുന്നുണ്ട്. അത് ഈ മഴ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോഴും അർജുന് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കരഭാഗത്തുള്ള ഈ പ്രദേശത്തുള്ള തിരച്ചിൽ ഇപ്പോൾ നിർത്തിവെച്ചിട്ടൊന്നുമില്ല. അതേ സമാന രീതിയിൽ തന്നെ ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന അതേ സമാനമായ രീതിയിൽ തന്നെ തിരച്ചിൽ തുടരുന്നു. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഈ കരഭാഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിൽ ലോറി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ഈ പ്രദേശത്തെ മണ്ണ് മുഴുവൻ നീക്കുന്ന ഒരു പ്രവൃത്തി ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും മഴ കാലാവസ്ഥയെ അതിജീവിച്ച് അത്തരത്തിൽ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. സൈന്യമുണ്ട്, ഒപ്പം ഈ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ ഒരു പോരായ്മയുള്ളത് ഈ മണ്ണ് ഇവിടുന്ന് നീക്കം ചെയ്യാൻ ലോറികൾ ഇപ്പോൾ കുറവാണ് എന്ന ഒരു പരാതി ഈ രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. മനാഫ്, രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഇപ്പോൾ അല്പസമയം മുമ്പ് അത്തരത്തിൽ ഒരു പരാതി അവർ പറഞ്ഞിരുന്നു. ലോറി ഇല്ല, ഈ മണ്ണ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ എന്ന ഒരു പരാതിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണ് നീക്കി മറ്റൊരിടത്തേക്ക് ഇടുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ ഈ തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം ഇന്ന് ഏറ്റവും അവസാനത്തെ ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിൽ ഉള്ള ഒരു തെരച്ചിലാണ്. എന്തായാലും ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത്തരത്തിലുള്ള സൂചനകളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ദുഷ്കരമായ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നു. സജിത്. യെസ് ബൈജു, ഒരു കാര്യം കൂടി ബൈജു ഉള്ളത്, ഈ മനാഫ് നേരത്തെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി. ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കരയുടെ മറ്റൊരു ഭാഗത്ത് തന്നെ വാഹനം കാണാനുള്ള ഒരു സാധ്യത മനാഫ് പറയുന്നുണ്ട്. അതായത് നേരത്തെ ആ കട നിലനിന്നിരുന്ന സ്ഥലത്ത് ആ പുഴയുടെ റോഡിന്റെ മറുവശത്ത് പുഴയോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗത്തായി ഉണ്ടാവാനുള്ള സാധ്യത ഈ മനാഫ് പറയുന്നുണ്ട്. അത്തരം സാധ്യത തേടൽ അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിലേക്ക് വരുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകുമോ ഈ തെരച്ചിൽ സംഘത്തിന്? സഹിത, പ്രധാനമായും ഈ രണ്ട് ഭാഗങ്ങളിലും പരിശോധനയാണ് തുടരുന്നത്. ഒരു പക്ഷേ ആ രീതിയിലുള്ള സൂചനകൾ വന്നാൽ മറ്റ് ഭാഗത്തുള്ള പരിശോധന വൈകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നിഗമനങ്ങളൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം ഇനി വളരെ സമയം കുറവാണ്. അതുകൊണ്ട് തന്നെ കരയിലും പുഴയിലുമുള്ള തെരച്ചിൽ ഒരു പക്ഷേ ഈ സാധ്യതകൾ ഈ റോഡിന് വശത്തുള്ള നേരത്തെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ആ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഈ ലോറി ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള പരിശോധന വൈകുമ്പോൾ അത് വലിയ തോതിൽ ബാധിക്കും. ഇനി ദിവസങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗങ്ങളിലുമുള്ള പരിശോധനയാണ് നടക്കുന്നത്. അത്തരത്തിൽ ഈ രണ്ട് പ്രദേശങ്ങളുമുള്ള പരിശോധന നടക്കുന്നു. രണ്ട് ഭാഗങ്ങളിലുമുള്ള പരിശോധന നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ സൈന്യത്തിനൊപ്പം ഈ സംഘങ്ങളും എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പോലെ തന്നെയുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഈ മഴ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് സൈത്തെ, അതൊരു ആശ്വാസമായ കാര്യം തന്നെയാണ്. ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് അതിശക്തമായ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ഈ മഴ ഇത്തരത്തിൽ പെയ്യുന്നു. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ മഴ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത് ഏറ്റവും കൂടുതൽ ദുഷ്കരമാവുന്നത് ഈ പുഴയിലുള്ള തെരച്ചിലാണ്. ഇത് ഈ കാലാവസ്ഥ വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് നേവിക്കാണ്. എന്നാലും തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തുന്ന പ്രശ്നമില്ല. അത് തുടരുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഈ സ്വകാര്യ ഏജൻസിയുടെ റഡാറാണ് ഇപ്പോൾ എത്തിയത്. 8 മീറ്ററോളം ആഴത്തിൽ ഇത്തരത്തിൽ വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഏതായാലും സൈന്യത്തിന്റെ നൂതന സാങ്കേതിക വിദ്യയുള്ള ഒരു സംവിധാനം വരാനുണ്ട്. അത് ഇതുവരെ എത്തിയിട്ടില്ല. അതിനാണ് കാത്തിരിക്കുന്നത്. അതിൽ കൃത്യമായി ഈ ലോറിയുടെ ഈ എവിടെയാണെന്നുള്ളത് ഒരു വ്യക്തത നമുക്ക് അതിൽ നിന്നുണ്ടാകും. ആ ഒരു സംവിധാനം വരാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഏതായാലും ഉച്ചയോടുകൂടി തന്നെ എത്തുമെന്നാണ് നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. സൈത്ത്.
യെസ്, അതാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. ബൈജു, ഒരു കാര്യം കൂടിയുള്ളത്, ബൈജു, ഈ രക്ഷാപ്രവർത്തനം പുഴയിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുക. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ ഒരു കരയിലൊരു പ്രത്യേക ഇടത്ത് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നതായി ബൈജു നമുക്ക് ആ ദൃശ്യങ്ങൾ ലഭ്യമാവുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആദ്യം ലൊക്കേഷൻ ലഭിച്ച സ്ഥലം തന്നെയാണോ അതല്ല മറ്റൊരിടമാണോ പരിശോധന നടക്കുന്നത്? സൈറ്റ് നേരത്തെ ലൊക്കേഷൻ ലഭിച്ച അതേ സ്ഥലത്തിന് സമീപം തന്നെയാണ് ഈ സിഗ്നലും ഇവർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ സ്ഥലം റഡാർ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് അവിടെ മണ്ണെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. നേരത്തെ ഈ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് തന്നെ മുഴുവൻ മണ്ണ് നീക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിലാണ് ഇത്തരത്തിൽ മന്ത്രിയുടെയൊക്കെ പ്രസ്താവന വന്നത്. അവിടെ പ്രധാനമായി അവർ ചെയ്തത് ഇന്നലെയൊക്കെ വലിയ മുകളിൽ കയറി വലിയ കുഴി ദ്വാരമുണ്ടാക്കി അതിൽ കമ്പിയിട്ട് കുത്തി നോക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് റോഡിന് സമാനമായി ഇത്തരത്തിൽ കമ്പിയിട്ട് നോക്കിയപ്പോൾ വാഹനമില്ല എന്നൊക്കെയായിരുന്നു മന്ത്രിയുടെ ഒരു പ്രസ്താവന. ഏതായാലും ആ പ്രദേശത്തെ മുഴുവൻ മണ്ണും നീക്കണമെന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അതിനടിയിൽ ഒരു പക്ഷേ ഈ വലിയ കുന്നിടിഞ്ഞു വീണ ആ ശക്തിയിൽ ആ ലോറി ഒരു പക്ഷേ മണ്ണിനടിയിലേക്ക് പൂണ്ടുപോകാനുള്ള സാധ്യത ഇവർ തള്ളിക്കളയുന്നില്ല. അങ്ങനെയെങ്കിൽ താഴ്ചയിലേക്ക് മണ്ണിട്ട ഒരു ഭാഗത്ത് റോഡിന് മാറി മണ്ണിട്ടൊരു ഭാഗത്താണ് അതിന്റെ ആ ഒരു ഭാഗത്താണ് ഈ ലോറി ഇത്തരത്തിൽ പാർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിലേക്ക് പൂണ്ടുപോകാനുള്ള ഒരു സാധ്യതയും ഇവർ പറയുന്നുണ്ട് രക്ഷാപ്രവർത്തകർ. അങ്ങനെയെങ്കിൽ ഈ മുഴുവൻ മണ്ണും, അതായത് റോഡിന് സമാനമായി അവിടെ ഇപ്പോൾ മണ്ണ് ഇത്തരത്തിൽ കുമിഞ്ഞു കിടക്കുന്ന മുഴുവൻ മണ്ണും നീക്കം ചെയ്താൽ മാത്രമേ ഒരു വ്യക്തത വരൂ. എന്നാലും ആ പ്രവൃത്തിയാണ് ഇപ്പോൾ ആദ്യ പരിഗണന എന്ന നിലയിൽ നടത്തുന്നത്. രക്ഷാപ്രവർത്തകർ എല്ലാം പറയുന്നതിന് ഇപ്പോഴും പറയുന്നത് ആ മലയുടെ അടിവാരത്തിൽ ഈ റോഡിന് സമീപമായി തന്നെ ഈ ലോറി ഉണ്ടാകാനാണ് സാധ്യത എന്നാണ്. അവർ ആ രീതിയിലുള്ള തെരച്ചിലാണ് നടത്തുന്നത്. അതിനൊപ്പമാണ് ഈ പുഴയിലുള്ള മണൽ നീക്കാനുള്ള ശ്രമവും ഇപ്പോൾ തുടങ്ങി. ഏതായാലും ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഗതാഗതം സുഗമമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ലോറി അപകടത്തിൽപ്പെട്ട ആ സ്ഥലത്തെ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യാൻ ദേശീയപാത അതോറിറ്റി ശ്രമം ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം വൈകാനും കാരണം. ദേശീയപാതയിലെ ഗതാഗത തടസ്സം നീക്കാനാണ് അവർ പ്രഥമ പരിഗണന കൊടുത്തത്. നമ്മൾ ആദ്യം മുതലേ ആവശ്യപ്പെടുന്നു അതാണ്. മാധ്യമങ്ങളെ അവിടെ കയറ്റാതെ ആ ഭാഗങ്ങളെല്ലാം അവർ ദേശീയപാത ഈ ഗതാഗത തടസ്സം അവർ നീക്കം ചെയ്യുന്ന മാധ്യമങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതെന്തായാലും വാർത്തയാവും. അതുകൊണ്ട് തന്നെയാണ് അവർ മാറ്റി നിർത്തിയത്. ഇപ്പോഴും പടിക്ക് പുറത്താണ് നമ്മൾ ഇതിന് ഒരു അല്പം മാറി മീറ്ററുകൾ മാറി ആ ദൂരത്ത് നമ്മളെയൊക്കെ അതിനകത്ത് കയറ്റാതെയാണുള്ളത്. അതിനിടയിലാണ് നമ്മൾ ആ ദൃശ്യം ഇപ്പോൾ അല്പസമയം മുമ്പുള്ള ഒരു ദൃശ്യമാണത്. ആ റഡാർ കൊണ്ടുവന്നപ്പോൾ അതിന്റെ സിഗ്നൽ കൃത്യമായ മാർക്ക് ചെയ്യുന്ന ഒരു ദൃശ്യമാണ് അത്. ആ സ്ഥലത്ത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഈ ലോറി ഉണ്ടാകുമ്പോൾ എന്ന കണ്ടെത്തലുകൾ ഇനി വേണം. അത് വളരെ കൂടുതൽ മണ്ണ് അവിടെ ഉണ്ട്. ആ മണ്ണ് കുഴിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിന് തൊട്ട് സമീപം തന്നെ നമ്മൾ ഉണ്ട്. നമുക്കത് ഈ പ്രവർത്തികൾ കാണാം, പക്ഷേ വീഡിയോ ചിത്രീകരിക്കാൻ അനുമതിയില്ല. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഏതായാലും മഴ ഇപ്പോൾ മാറിയിരിക്കുന്നു എന്ന വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ഇവിടുന്ന് നൽകാനുള്ളത്. വലിയ കാറ്റും മഴയുമായിരുന്നു അല്പസമയം മുമ്പ്. ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചെറിയ മരങ്ങളൊക്കെ നമ്മൾ നിൽക്കുന്നതിന് തൊട്ട് മുൻപ് നിലംപൊത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ ഭീകരമായ ഒരു കാറ്റായിരുന്നു, ശക്തമായ കാറ്റായിരുന്നു, മഴ ശക്തമായ മഴയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ മാർക്ക് ചെയ്ത സ്ഥലം അതാണ് ഇപ്പോൾ പ്രതീക്ഷ ഉള്ളത്. അവിടെ ലോറി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ആ പ്രദേശത്ത് ആ ഭാഗത്തെ മുഴുവൻ മണ്ണും മാറ്റണം. ഇപ്പോൾ ലോറി ഈ കുറവ് ആയതുകൊണ്ട് തന്നെ മണ്ണ് അവിടെ തന്നെ മാറ്റി റോഡിന്റെ വശത്തേക്ക് നീക്കി വെക്കുന്ന ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. അല്ലാതെ നേരത്തെ പോലെ മണ്ണെടുത്ത് ഒരു ലോറിയിലേക്ക് ഇത്തരത്തിൽ കയറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ആ പ്രവൃത്തിയല്ല ഇപ്പൊ നടക്കുന്നത്. മണ്ണ് അവിടുന്ന് തന്നെ അല്പം മാറ്റി റോഡിലേക്ക് മാറ്റി അവിടെ നിന്നുള്ള ആ ഒരു ലോറി കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. നേരത്തെ ഈ ദേശീയപാത ഇത്തരത്തിൽ തുറന്നു കൊടുക്കുക, ഒപ്പം ഈ രക്ഷാപ്രവർത്തനം എന്ന രീതിയിലാണെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഈ ലോറി കണ്ടെത്താനുള്ള, അതുപോലെ മണ്ണിനടിയിലകപ്പെട്ട 3 പേർ എവിടെയാണ്, എന്താണ് അവരുടെ അവസ്ഥ എന്ന് കണ്ടെത്താനുള്ള ആ ശ്രമം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഒരുപക്ഷെ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ നമുക്ക് ജീവനോടെ തന്നെ ഇപ്പോൾ അർജുൻ നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു. പക്ഷേ വളരെ വൈകിയിരിക്കുന്നു. 7 ദിവസമായിരിക്കുന്നു. പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇന്ന് വളരെ നിർണായകമാണ്. ഇന്ന് ഇനിയുള്ള ആശങ്കയുടെ മണിക്കൂറുകളാണ്. എന്ത് വിവരമാണ്, എന്ത് വാർത്തയാണ് പുറത്തു വരുന്നതെന്ന് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. വളരെ ദുഃഖകരമായ വാർത്തയാണോ, അതല്ല നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച പോലുള്ള വാർത്ത ഉണ്ടാകുമോ എന്നതെല്ലാം നമുക്ക് ഇവിടുന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. വളരെ ആശങ്കയാണ്, നിരാശാജനകമായ ഒരു സാഹചര്യം തന്നെയാണ് സൈറ്റ് ഇവിടെ ഉള്ളത്.
യെസ് ബൈജു എന്തായാലും പ്രധാന വിവരങ്ങൾ തേടൂ. പരിശോധന അതിന്റെ ഒരു സുപ്രധാന ഘട്ടത്തിലൂടെ പോവുകയാണ്. ശ്രദ്ധിക്കുക, പുതിയ മെറ്റൽ ഡിറ്റക്ടർ എത്തി അവിടെ പരിശോധന നടത്തിയതിന് ശേഷം പുതിയ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും സിഗ്നൽ ലഭ്യമാവുന്നു എന്നതാണ് സൂചന. അങ്ങനെയെങ്കിൽ ആദ്യം നേരത്തെ നടത്തിയ പരിശോധനയിൽ ഈ റഡാർ സിഗ്നൽ ലഭ്യമായ സ്ഥലം തന്നെ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടക്കുന്നു എന്ന് വേണം കരുതാൻ. ഇതാ ഈ ദൃശ്യത്തിൽ കാണുന്ന സ്ഥലത്ത് അവിടെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടക്കുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ആ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 8 മീറ്റർ ആഴത്തിൽ വരെ പരിശോധിക്കാൻ കഴിയുന്ന സംവിധാനമാണ്. അവിടെ നടത്തുന്ന ഈ പരിശോധന പ്രധാനപ്പെട്ടതായി മാറുന്നു. ലൊക്കേഷൻ അവിടെ തന്നെ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം നടക്കുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ശുഭസൂചകമായ വാർത്തകൾ ഉണ്ടാകുമോ എന്നത് തന്നെ നമ്മൾ പ്രധാനപ്പെട്ടതാണ്. മനാഫ് സൂചിപ്പിച്ചതുപോലെ റോഡിൽ തന്നെ ഈ കരഭാഗത്ത് തന്നെ വാഹനമുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിക്കുകയാണ്. നമുക്കിപ്പോഴും ഈ അപകടത്തിൽ വ്യക്തത ഉണ്ടാവാത്ത 2-3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന്, തടി നിറച്ച ലോറിയാണ്. ആ ലോറി മണ്ണിൽ പൂണ്ടുപോയെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്നും തെറിച്ചു പോയെങ്കിൽ ആ ലോറിയിൽ നിന്നും തെറിച്ചു പോകുമായിരുന്ന വാഹന അവശിഷ്ടങ്ങൾ എവിടെ? വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ, തടിയുടെ അവശിഷ്ടങ്ങൾ, തടി ലോഡ് പൊട്ടി തടി ഒരുപക്ഷെ ചിതറിത്തെറിക്കാനുള്ള സാധ്യത ആ ലോറിയുടെ ഉടമ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതൊന്നും ഇതുവരെയുള്ള തിരച്ചിലിൽ ദൃശ്യമായിട്ടില്ല. അങ്ങനെയെങ്കിൽ കൂടുതൽ ആഴത്തിലേക്കാണോ ഒരുപക്ഷെ ലോറി മറിഞ്ഞിട്ടുണ്ടാകുക എന്ന പ്രധാനപ്പെട്ട ചിന്ത കൂടി ഉണ്ടാവേണ്ടി വരുന്നു. അവിടെ പരിശോധന വേണ്ടി വരും. മറ്റൊന്ന്, ഇനി പുഴയിലേക്ക് പോലും ലോറി മറിഞ്ഞു പോയെങ്കിൽ ഒരുപക്ഷെ ഈ തടിയൊക്കെ പുഴയിൽ ഒഴുകി നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതിൻ്റെ അവശിഷ്ടങ്ങൾ, തടിയുടെ അവശിഷ്ടങ്ങളൊക്കെ പുഴയിൽ ദൃശ്യമായതിന് ഇതൊന്നും ഇതുവരെയുള്ള പരിശോധനയിൽ ദൃശ്യമാവുന്നില്ല എന്ന് പറയുമ്പോൾ കൂടുതൽ ആഴത്തിലേക്ക് ഈ ലോറി പൂണ്ടുപോയിട്ടുണ്ടാകുമോ, വാഹനങ്ങൾ പൂണ്ടുപോയിട്ടുണ്ടാകുമോ എന്ന കാര്യം തന്നെയാണ്. കാരണം ഈ 3 വാഹനങ്ങളുടെയും അവശിഷ്ടങ്ങളൊന്നും ഇതുവരെയും ലഭ്യമാവുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ നടത്തിയ പരിശോധനയല്ല വേണ്ടത്, കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്തേണ്ടി വരുമോ എന്ന സൂചന കൂടി വരുന്നുണ്ട്. അങ്ങനെയുള്ള സാധ്യതകളെല്ലാം പരിശോധിച്ച് തന്നെയാണ് അന്വേഷണ സംഘവും ഈ തെരച്ചിൽ സംഘവും മുന്നോട്ട് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഇടത്ത്, ഇതാ ഈ റൗണ്ടിൽ കാണുന്ന ഇടമാണ് സിഗ്നൽ ലഭ്യമായ സ്ഥലം. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലായി അന്വേഷണ സംഘം പരിശോധന നടക്കുന്നത്. ഇതാ ആ സ്ഥലത്ത് തന്നെ സിഗ്നൽ വീണ്ടും അവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ തന്നെയാവാം ഈ പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവിടെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് മാറ്റിയുള്ള 8 മീറ്റർ ആഴത്തിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. അത്തരം പരിശോധനയിലേക്ക് തന്നെ നീങ്ങുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ നടക്കുന്ന പരിശോധന. കാലാവസ്ഥ ഇടയ്ക്ക് പ്രതികൂലമാവുന്നുണ്ടെങ്കിലും അതൊന്നും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നില്ല എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. കാരണം കരസേനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശോധനയെ കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ടുള്ള പരിശോധന തന്നെ അവിടെ നടക്കുന്നു. എവിടെ അർജുൻ എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തും. ആ നീക്കത്തിലേക്ക് തന്നെയാണ് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നത്. വേഗത്തിൽ ഒരു ഇടവേളയാണ്, മടങ്ങി വരാം.